ഹലോ ഗായ്സ്. സോ നിങ്ങളിവിടെ കാണാൻ പോകുന്ന ഒരു ലോങ് വീഡിയോ ആണ്. എൻ്റെ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്തുണ്ടായ ഒരു യാത്രയാണിത്. മലേഷ്യ എന്ന് പറയുന്ന രാജ്യത്തോട്ട് പോകാൻ വേണ്ടിയിട്ട് ആഗ്രഹം തോന്നിയപ്പോൾ എവിടെയോ കുറച്ച് റീൽസൊക്കെ തപ്പി പിടിച്ചപ്പോഴേക്കും ഏതോ റീലിൽ പറയുന്നത് കേട്ടു, നമ്മുടെ ഷാരൂഖ് ഖാൻ ഡോണിൻ്റെ ക്ലൈമാക്സ് ഷൂട്ട് ചെയ്തൊരു അടിപൊളി സ്ഥലമുണ്ട്, അവിടെ ഒരു കിണ്ണങ്കാച്ചി വ്യൂ പോയിൻ്റ് ഉണ്ടെന്ന്. സ്ഥലം ഏതാണെന്ന് തപ്പി പിടിച്ച് പോയപ്പോഴാണ് ഒരു വെറൈറ്റി പേരായിട്ടുള്ള ലങ്കാവി എന്ന് പറയുന്ന സ്ഥലത്താണ്, അത് മലേഷ്യയിലാണ് എന്ന് നമ്മൾ റെക്കഗ്നൈസ് ചെയ്യുന്നത്. അങ്ങനെ ഒരു കൂട്ടം ആൾക്കാരുടെ സ്വപ്നം യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ട് ഞാനും എൻ്റെ കൂടപ്പിറപ്പ് പോലെ സ്നേഹമുള്ള കുറച്ചധികം നല്ല മനുഷ്യരും അവരുടെ കുടുംബങ്ങളുമായി ഞങ്ങൾ യാത്ര തുടങ്ങി. കുലാലംപൂർ എയർപോർട്ടിൽ നിന്ന് ലങ്കാവിയിലോട്ട് ഒരു എയർ ട്രാൻസിറ്റ് വഴിയാണ് ഞങ്ങൾ അവിടെ എത്തിച്ചേരുന്നത്. അവിടുത്തെ ഒരു കണക്റ്റഡ് ഫ്ലൈറ്റ് ഞങ്ങളെല്ലാവരും ഒരുമിച്ച് ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിഞ്ഞ് രാവിലത്തെ ക്ഷീണമൊക്കെ മാറ്റി ഞങ്ങളിങ്ങനെ ഫ്ലൈറ്റ് യാത്ര ചെയ്യുകയാണ്. അതിമനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ് നിങ്ങൾ മേലത്തെ കൂടെ കാണുന്നത്. ഒരു മാൽദീവ്സ്, തായ്ലാൻഡ് വൈബൊക്കെ നമുക്ക് തോന്നും. ഒരു സ്ഥലത്ത് പോയ സ്ഥിതിക്ക് നമ്മൾ അതിൻ്റെ മനോഹാരിത നമ്മൾ ഇവിടെ ക്യാപ്ചർ ചെയ്ത് നിങ്ങളെല്ലാം കാണിക്കണമല്ലോ. അങ്ങനെ ഞങ്ങൾ എല്ലാവരും കൂടെ ഒരുമിച്ച് ആ യാത്ര തുടങ്ങിയിരിക്കുകയാണ്. വീഡിയോ കാണുന്നവരാണ് എൻ്റെ കൂടെ യാത്ര ചെയ്യാൻ വന്നത്. അത് എൻ്റെ കൂടെ തന്നെ വർക്ക് ചെയ്യുന്ന ആൾക്കാരാണ്. പക്ഷേ അങ്ങനെ ഒരു ടേമിലല്ല ഞാൻ അവരെ കാണുന്നത്. മോർ ലൈക്ക് ബ്ലഡ് ബ്രദേഴ്സ്. എല്ലാവരും ക്ഷീണിച്ച് വയ്യാണ്ടായിട്ടാണ് ഇരിക്കുന്നത്. ലങ്കാവി എന്ന് പറയുന്ന എയർപോർട്ടിൽ നമ്മൾ ലാൻഡ് ചെയ്യുന്നു. അവിടുത്തെ ചെക്കിനൊക്കെ വളരെ സ്മൂത്തായിരുന്നു. ഡൊമസ്റ്റിക് അറൈവൽ ഏരിയ ആണ്. ഞങ്ങളെ കാണാൻ വേണ്ടി ലങ്കാവി ചേട്ടൻ അവിടെ കാറൊക്കെ കൊണ്ടുവന്ന് വെയിറ്റ് ചെയ്യായിരുന്നു. കാറൊക്കെ എടുത്ത് ഞങ്ങൾ നല്ല ഹാപ്പി ആയിട്ട് സ്മൂത്തായിട്ട് അവിടെ ചുറ്റി കുറച്ച് വഴിയൊക്കെ തെറ്റി വഴികളൊക്കെ പഠിച്ച് ഡ്രൈവ് ചെയ്ത് പോവുകയാണ്. അവിടുത്തെ ഒരു ഇൻ്റർനാഷണൽ ലൈസൻസ് നമുക്കുള്ള സ്ഥിതിക്ക് അവിടുത്തെ ഡ്രൈവിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ഒട്ടും തന്നെ കൺഫ്യൂസിങ്ങോ അല്ലെങ്കിൽ ഒട്ടും തന്നെ റിസ്ക്കി ആയിരുന്നില്ല. റൈറ്റ് സൈഡ് സ്റ്റിയറിംഗ് തന്നെയാണുള്ളത്, ഇന്ത്യയിലെ പോലെ തന്നെയാണുള്ളത്. അപ്പം ഞങ്ങളൊരു കാർ നിറയുള്ള ആൾക്കാരുള്ള സ്ഥിതിക്ക് ഒരു കാറങ്ങ് ബുക്ക് ചെയ്ത് ലങ്കാവി എന്ന് പറയുന്ന സ്ഥലം ഡ്രൈവ് ചെയ്ത് തന്നെ കാണുക എന്ന ഡിസിഷനിലായിരുന്നു. ഞങ്ങളൊരാൾക്ക് ഇൻ്റർനാഷണൽ ലൈസൻസ് ഉള്ളത് കൊണ്ട് തന്നെ കാറങ്ങ് റെൻറ്റിനെടുക്കുകയും പിന്നെ അതിനനുസരിച്ച് വഴി ഗൂഗിളിലൊക്കെ നോക്കി വഴി തപ്പി പിടിച്ച് ഡ്രൈവ് ചെയ്ത് ഇങ്ങനെ സ്ഥലങ്ങൾ കണ്ട് അവിടുത്തെ നിയർ ബൈ റെസ്റ്റോറൻറ്റ്സിൽ ചെന്ന് ഫുഡൊക്കെ കഴിച്ച് ഓരോ സ്ഥലങ്ങളും മെല്ലെ പതുക്കെ ഡ്രൈവ് ചെയ്താണ് കണ്ടുകൊണ്ടിരുന്നത്. അങ്ങനെ വളരെ നാച്ചുറൽ ആയിട്ടുള്ള ഒരു ഏരിയ ആണ്, നേച്ചറിനോട് ചേർന്ന് കിടക്കുന്ന ഒരു ഏരിയ ആണ്. ഞങ്ങൾ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തപ്പോൾ ഞങ്ങൾ ശ്രദ്ധിച്ച് കാണും ആ ഒരു സ്മൂത്ത് നേച്ചറോട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ആ ഒരു സ്പോട്ട്. ഞങ്ങൾ ചെല്ലുന്നതും ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് റൈഡ് ആണ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടിരുന്നത്. എയർപോർട്ടിൽ തന്നെ ഫ്രഷ് ചെയ്തുകൊണ്ട് അത്ര ക്ലംസിനെസ് ഒന്നും ഉണ്ടായിരുന്നില്ല. എവറിബഡി വാസ് ഫൈൻ ടു ഗോ ഫോർ ദ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ. ഇതുപോലെ ഒരുപാട് ബോട്ടുണ്ട്. പെർ ബോട്ടിന് ഏകദേശം ഒരു 300 ringgits ആണ് ഞങ്ങൾക്ക് വന്നത്. അവിടെ ചെന്നപ്പോൾ തന്നെ നമ്മുടെ ആ ഡ്രൈവർ ചേട്ടൻ അറേഞ്ച് ചെയ്ത് തന്നതാണ് ഈ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് റൈഡ്. ഏറ്റവും മെമ്മറബിൾ ആയിട്ടുള്ള ഞങ്ങളൊരു വൺ ഓഫ് ദി എക്സ്പീരിയൻസ് ആക്ടിവിറ്റിയാണ്. ഞങ്ങളുടെ ഫുൾ ട്രാവലിൽ എല്ലാവർക്കും ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ളൊരു മൊമെൻറ്റും കൂടെയാണിത്. കാരണം ഫസ്റ്റ് ഡേ തന്നെ ഒരു മെസ്മറൈസിങ് ആയിട്ടുള്ള, റിമാർക്കബിൾ ആയിട്ടുള്ള, മോസ്റ്റ് ടു ദ പോയിൻറ്റ്
എന്ന രീതിയിൽ വെച്ചിരിക്കുന്ന ഒരു സംഭവമാണ്. 300 റിംഗറ്റ്സ് എന്ന് പറയുമ്പോഴേക്കും കൺവേർട്ട് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാവും. 300 × 20 വെച്ച് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി. നമ്മൾ ഈ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് റൈഡ് എന്ന് പറയുന്നത് ഏകദേശം ഒരു 3 മണിക്കൂറോളം ഉണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ പതുക്കെയാണ് ആ റൈഡ് തുടങ്ങുന്നത്. പക്ഷേ ആ റൈഡ് പതുക്കെ തുടങ്ങി പിന്നെ അതൊരു നല്ലൊരു രീതിയിലാണ് അത് പിന്നെ പോകുന്നത്. എല്ലാവരും വളരെ റിലാക്സ് ചെയ്ത് ചില്ല് ചെയ്ത് ആസ്വദിച്ചാണ് ആ ഒരു എക്സ്പീരിയൻസ് എൻജോയ് ചെയ്തുകൊണ്ടിരുന്നത്. വലിയ വലിയ മലകളും കുന്നും കടലും നദിയും തീരവും അങ്ങനെ നല്ലൊരു എക്സ്പീരിയൻസാണ് ഈ ഒരു മാംഗ്രൂവ് ഫോറസ്റ്റ് റൈഡ് എന്ന് പറയുന്നത്. കണ്ടല്ലോ, വന്ന് ഇറങ്ങിയിട്ടേ ഉള്ളൂ ഞങ്ങളെല്ലാവരും. പക്ഷേ ആർക്കും ആ ഒരു ക്ഷീണമോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിരുന്നില്ല. കാരണം എല്ലാവരും നല്ലപോലെ ഹാപ്പിലി എൻജോയ് ചെയ്യാണ്. ഞാൻ ആ കാണിക്കുന്നത് മാംഗ്രൂവ് ഫോറസ്റ്റ് എന്ന് നമ്മൾ കാണാൻ വേണ്ടിയിട്ട് മാംഗ്രൂവ് ഐലൻഡ് പോലെ ഇതൊരു ഐലൻഡാണ്. ലങ്കാവി എന്ന് പറയുന്ന ഐലൻഡാണ്. ആ ഐലൻഡിൽ തന്നെ ഓരോ കുഞ്ഞു കുഞ്ഞു പൊട്ട് മാതിരി വേറെയും കുഞ്ഞു ഐലൻഡ്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള കുഞ്ഞു ഐലൻഡ്സിൽ നമ്മൾ എത്രത്തോളം അതൊരു ഭംഗിയാർന്നത് ഒരു ഏരിയ ആണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. ആൻഡ് ഇതിപ്പോൾ നിങ്ങൾ കാണുന്നത് നമ്മൾ ഈഗിൾ സ്പോട്ടാണ്. കാരണം ഈ മാംഗ്രൂവ് ഐലൻഡിൽ തന്നെ ഒരുപാട് ഈഗിൾസ് ഉണ്ട്. അപ്പോൾ ഈഗിൾ ഫീഡിങ് എന്നാണ് പറയുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ട് ഫീഡ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഫുഡ് നമ്മൾ ഇങ്ങനെ വെള്ളത്തിലിട്ട് കൊടുത്ത് കഴിഞ്ഞിട്ട് നമ്മളിങ്ങനെ ഒന്ന് പറപ്പിക്കുമ്പോഴേക്കും ആ ഈഗിൾസ് എല്ലാവരും ഇങ്ങനെ വന്ന് അതിൻ്റെ ഫുഡ് ഇങ്ങനെ എടുത്തുകൊണ്ട് പോകും. അങ്ങനെ എടുത്തുകൊണ്ട് പോയിട്ട് അവരുടെ കൂടുകളൊക്കെ കൊണ്ടുപോയിടും. അതിൽ ഏറ്റവും ഒരു വെറൈറ്റി ആയിട്ടൊരു ഈഗിളാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. വെള്ള കളറുള്ള ഈഗിൾ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല. ബട്ട് ദെൻ ദാറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് സ്പീഷീസ്. നമ്മുടെ ഇവിടെ ഒന്നും അങ്ങനെ കാണത്തില്ല ഇങ്ങനെ ഒരു വൈറ്റ് കളറുള്ള ഈഗിൾ. മാംഗ്രൂവ് ഫോറസ്റ്റിൻ്റെ ഇടയിലൂടെ ഇങ്ങനെ പിന്നെ നല്ലൊരു തണുത്ത യാത്രയാണ്. ഒട്ടും തന്നെ ചൂടൊന്നും ഉണ്ടാകുന്നില്ല. വെയിലുണ്ടെന്നുണ്ടെങ്കിലും ആരും വേർക്കോ അങ്ങനെ ഒന്നും ഉണ്ടാകുന്നില്ല. ഒരു ചിൽ ക്ലൈമറ്റ് ആയിരുന്നു. വലിയ വലിയ പാറക്കെട്ടുകളൊക്കെ കാണുമ്പോഴേക്കും നമ്മൾ മറ്റേ മഞ്ഞുമൽ ബോയ്സ് ആ ഒരു ഫീലാണ് നമുക്ക് വന്നുകൊണ്ടിരുന്നത്. ഒരുപാട് പേര് ഈ ഒരു സ്പോട്ട് മാൻഡേറ്ററിലി സ്കിപ്പ് ചെയ്യാണ്ട് തന്നെ പോയി എക്സ്പീരിയൻസ് ചെയ്യണമെന്ന് ഞാൻ ഹൈലി റെക്കമെൻഡ് ചെയ്യും. നമ്മൾ പോയൊരു ടൈം എന്ന് പറയുന്നത് ഏകദേശം സീസൺ തീരുന്ന ഒരു ഫേസാണ്. കാരണം സെപ്റ്റംബർ തൊട്ട് അവിടെ മഴയാണ്. വളരെ അൺപ്രഡിക്റ്റബിൾ ക്ലൈമറ്റ് കണ്ടീഷനാണ്. കാരണം പൊതുവേ സമ്മർ സീസണിലോട്ടാണ് മലേഷ്യയിലോട്ട് പോകാൻ ആൾക്കാർ ആഗ്രഹിക്കുന്നത്. യൂറോപ്യൻസ് അല്ലെങ്കിൽ വലിയ രാജ്യത്തുള്ളവരുടെ സമ്മർ വെക്കേഷന് വേണ്ടിയിട്ട് ഫൈൻഡ് ചെയ്യുന്നൊരു സ്പോട്ടാണിത് ലങ്കാവി മലേഷ്യ എന്നൊക്കെ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞങ്ങൾ പോയ ടൈം എന്ന് പറയുന്നത് ഏകദേശം ഒരു കുറച്ച് ഓഫ് ടൈമിൽ തുടങ്ങിയ ഒരു സമയമാണ്. സെപ്റ്റംബർ ഫസ്റ്റ് വീക്കിലോടാണ് ഞങ്ങളെല്ലാവരും പോകുന്നത്. അപ്പോൾ ഞങ്ങൾക്കും കുറച്ച് ആംബിഗ്യൂട്ടി ഉണ്ടായിരുന്നു. ഇനി നമ്മൾ പോകുന്ന ടൈം മഴയായിരിക്കുമോ അങ്ങനെയാണ്. പക്ഷേ ക്ലൈമറ്റൊക്കെ ഞങ്ങൾക്ക് വളരെയധികം അനുകൂലമായിരുന്നു. വളരെ ഫേവറബിൾ ആയിട്ടാണ് ഞങ്ങൾ എല്ലാവരും പോയത്. അതുകൊണ്ട് തന്നെ കാണേണ്ട എല്ലാ കാഴ്ചകളും ലക്കിലി ദൈവം സഹായിച്ച നല്ലൊരു എക്സ്പീരിയൻസോടെ തന്നെ പ്രത്യേകിച്ച് ഒരു പ്രശ്നങ്ങളും ഇല്ലാണ്ട് നമുക്ക് എക്സ്പീരിയൻസ് വൈസ് മലേഷ്യ ഗേവ് സോ മച്ച് ഓഫ് ബ്യൂട്ടിഫുൾ മെമ്മറീസ്. ഡെസ്റ്റിനേഷൻ വൈസ് ഞങ്ങളെല്ലാവരും നല്ല അടിപൊളിയായിട്ട് എൻജോയ് ചെയ്തു. ഇപ്പം നിങ്ങൾ കാണുന്നത് ക്രോക്കഡോയിൽ കേവാണ്. കാരണം അതൊരു ചെറിയൊരു ക്രോക്കഡോയിലെ വായയുടെ അകത്തൂടെ പോകുന്നൊരു ഫീലാണ് അതിലുള്ളത്. അതിൻ്റെ ഒരു ടെയിൽ പോർഷനാണ് പിന്നെ ഇതിൻ്റെ എൻഡിങ് ഏരിയയിലോട്ട് വരുന്നത്. നല്ലൊരു രസമാണ്. അതൊരു നാച്ചുറലി ഉണ്ടായ ഒരു കേവാണ് ബേസിക്കലി. അപ്പോൾ അതിനകത്തൂടെ ഇങ്ങനെ പോകുമ്പോഴേക്കും അത്ര പേടിയൊന്നും ആവത്തൊന്നുമില്ല. ഞാൻ ആദ്യം പേടിക്കുന്നു വിചാരിച്ചു, പക്ഷെ അങ്ങനെയൊന്നുമില്ല. നല്ല രസമാണ് ആ ഒരു അകത്തൂടെ കയറി വെളിയിലോട്ട് ഇറങ്ങുന്ന ഒരു പോർഷൻ. നേച്ചർ ഇത്രയും ഇൻക്രെഡിബിളായിട്ടുള്ള ഒരു കാര്യങ്ങൾ ഉണ്ടാക്കിയിട്ട് മനുഷ്യരത് കാണാൻ വേണ്ടിയിട്ട് യാത്ര ചെയ്ത് വരുന്നു എന്ന് പറയുമ്പോൾ തന്നെ ആ ഒരു
ആ ഒരു തോട്ട് അല്ലെങ്കിൽ ആ ഒരു എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് ലൈഫിൽ എപ്പോഴെങ്കിലും ഒക്കെ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ടതാണെന്നുള്ളൊരു തോന്നലുണ്ടാവും. ഒരു നേച്ചറിനോട് ബ്ലെൻഡ് ചെയ്തെടുക്കുന്ന ഇങ്ങനത്തെ ഡെസ്റ്റിനേഷൻസ് എസ്പെഷ്യലി കാണുമ്പോൾ. അപ്പോൾ അങ്ങനെ ഇത്രയേ ഉള്ളൂ, ഒരു വലിയ പേടിക്കുന്ന സംഭവമൊന്നുമില്ല, നല്ല രസമാണ്. ഞാൻ ഈ പറയുന്നതും ഈ വീഡിയോയിലൂടെ കാണുന്നതും മാത്രമല്ല, നിങ്ങൾ നേരിട്ട് കാണുമ്പോൾ അതിനേക്കാളും ഭംഗിയാണ് അത് കാണുമ്പോൾ. കാരണം ആ ലാസ്റ്റ് പോർഷൻ കാണുമ്പോൾ നമുക്ക് മനസ്സിലാവും അതൊരു ക്രോക്കഡൈൽ ടെയിൽ പോലെ ആണ് അത് കാണുന്നത്. പപ്പുവാണെന്നുണ്ടെങ്കിൽ മറ്റേ ഹരൂബി അങ്ങനെ ഒരു രീതിയിലാണത് പോകുന്നത്. പിന്നീട് ഞങ്ങൾ ചെല്ലുന്നത് ഒരു മങ്കി കേവാണ്. കുറേ മങ്കി കേവ് മാത്രം ഒരു ബാറ്റ് കേവും കൂടുന്ന നമുക്ക് തന്നെ വിളിക്കാൻ പറ്റും. കാരണം ഒരുപാട് ബാറ്റ് മങ്കീസ് ഒക്കെ ഉള്ള ഒരു കൈൻഡ് ഓഫ് ഒരു കേവാണ്. അവിടെ റെപ്റ്റൈൽസ് ഉണ്ട്. ഈ ഒരു ഏരിയയിൽ തന്നെ നമുക്ക് പോകാൻ പറ്റാത്തൊരു ഡെസ്റ്റിനേഷൻ ഏരിയ കവറേജും ഉണ്ട്. കാരണം ചെറിയ ഏരിയയിലോട്ട് പോകാൻ പാടില്ല, അവിടെ സ്നേക്സ് ഒക്കെ ഉണ്ട് എന്ന രീതിയിൽ എഴുതി വെച്ചിട്ടുണ്ട്. പിന്നെ ശബ്ദം ഉണ്ടാക്കാൻ പാടില്ല, ഫ്ലാഷ് അടിച്ച് നമുക്ക് ഫോട്ടോസ് എടുക്കാൻ പാടില്ല, വേസ്റ്റ് ഇടാൻ പാടില്ല. പിന്നെ ക്ലെൻലിനെസ്സിൻ്റെ കാര്യത്തിൽ എൻ്റെ പറയാൻ വാക്കുകളില്ല. വളരെയധികം നീറ്റ് ആൻഡ് ഹൈജീനിക് ആയിട്ടാണ് അവർ ഓരോ സ്പോട്ടും വെച്ചിരിക്കുന്നത് തന്നെ. എല്ലാം വളരെ നീറ്റായിട്ടും വളരെ എന്താ പറയുക, ടൂറിസ്റ്റിന് വേണ്ടിയിട്ട് ഭയങ്കര എക്കോ ഫ്രണ്ട്ലി ആയിട്ടുള്ളൊരു അറ്റ്മോസ്ഫിയർ അവർ നല്ലപോലെ സൂക്ഷിച്ച് മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നമ്മുടെ നിന്ന് വാങ്ങുന്ന ഈ പൈസ പോലും നമ്മളൊരിക്കലും കൂടുതലാണ് എന്ന് ഒട്ടും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം അത്രയും വേണം. കാരണം ഇതൊരു ഐലൻഡാണ്. ഇതിലോട്ട് ഉണ്ടാകുന്ന ട്രാൻസ്പോർട്ടേഷനും ഫുഡ് ഐറ്റംസും ഒക്കെ പറയുന്നത് നമുക്ക് അവർക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള കോസ്റ്റ് നമ്മൾ കൊടുത്തേ പറ്റുള്ളൂ. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ, ഭയങ്കര ഇതൊരു കുറച്ച് പേര് തോന്നിക്കും. കാരണം നല്ല ഇരുട്ടാണ്, ഇച്ചിരി ടോർച്ച് ലൈറ്റ് ഇല്ലാണ്ട് നമുക്ക് അതിൽ കൂടെ നടന്നു പോകാൻ ഇച്ചിരി പേടി തോന്നും. എനിക്ക് പേടി തോന്നിയിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ഒരു കേവ് ഫോമിൽ നമുക്കതിൽ കൂടെ നടന്നു പോകാൻ പറ്റും. ചില സ്ഥലത്ത് പോകാൻ പാടില്ല, റെസ്ട്രിക്റ്റഡ് ഏരിയ ഉണ്ടെന്ന് നമുക്ക് അവിടെ എവിടെയൊക്കെ എഴുതി സൈൻ ബോർഡ് വെച്ചിട്ടുണ്ട്. സോ നമ്മൾ അങ്ങോട്ടോട്ട് കടന്ന് പോകത്തുമില്ല. എൻ്റെ കൂടെ നടക്കുന്നവരൊക്കെ എൻ്റെ ഓഫീസിൽ വർക്ക് ചെയ്യുന്നവരാണ്. പക്ഷേ ഓൾ ആർ മൈ ബ്രദർ പീപ്പിൾ. കണ്ടോ, അവിടെ ആ സ്റ്റെപ്സിൻ്റെ മേലെ കോണി കയറി പോവില്ലെന്ന് പറഞ്ഞിട്ട് അച്ചക്കൻ കയറി പോവുകയാണ്, പറഞ്ഞ അനുസരണയില്ലാണ്ട്. പക്ഷെ ഞാനതൊന്നും കാണാനേ നിന്നില്ല. എൻ്റെ ഫോബിക് ഏരിയയാണ്, അതുകൊണ്ട് ഞാൻ ആ സൈഡിലോട്ടേ പോയില്ല. ഞാനിങ്ങനെയും നടന്ന് ആ ഒരു പാത്ത് എങ്ങനെയോ പേടിച്ച് കണ്ണും പൂട്ടി വഴിയിലോട്ട് ഇറങ്ങി. അത് കഴിഞ്ഞ ശേഷം നമ്മളൊരു കുറേ മങ്കീസൊക്കെ ഇരിക്കുന്ന ഒരു സ്പോട്ടിലാണ് ഇരിക്കുന്നത്. ഞങ്ങളുടെ കൂടെ വന്ന ഒരു ചങ്ങായിനെ ഞങ്ങളിങ്ങനെ കളിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. പുള്ളിയുടെ പേര് അബേഷ് എന്നാണ്, ഞാൻ ഉമേഷ് എന്നാണ് വിളിക്കുന്നത്. ആൾ വൻ ചില്ലാണ്, നല്ല തമാശക്കാരനാണ്. അറിയപ്പെടുന്ന ഒരു രാഷ്ട്രീയ പ്രവർത്തകനാണെന്നൊന്നും പറയത്തില്ലെങ്കിലും ആളൊരു പരസഹായിയും സൽഗുണസമ്പന്നനും വളരെ നല്ലൊരു ചിൽ കൂൾ ഫ്രണ്ടാണ്. കാരണം നമ്മൾ ഈ പോകുന്ന വഴി എന്ന് പറയുന്നത് ഏകദേശം മലേഷ്യ തായ്ലാൻഡ് ബോർഡർ എത്തുന്നുണ്ട്. നമുക്കിങ്ങനെ ബോർഡർ, ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് മലേഷ്യൻ തായ്ലാൻഡ് ബോർഡറാണ് ഈ കാണുന്നതൊക്കെ. അതുകൊണ്ട് തന്നെ ഇവിടെയൊക്കെ പോകുന്ന സമയത്ത് ഭയങ്കര സ്പീഡായിരുന്നു ബോട്ടിന്. ഞങ്ങൾക്കിങ്ങനെ തെറിച്ച് വീഴും. ഇതൊക്കെ ഉണ്ടാവും, ക്യാമറയൊക്കെ ഷെയ്ക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത്രയും സ്പീഡിലാണ് ബോട്ട് പോകുന്നത്. ക്ലിം ഫോറസ്റ്റ് പാർക്ക് എന്ന് തന്നെ വിളിക്കുന്നത്. ഫോറസ്റ്റാണ് ബേസിക്കലി, ഒരു ഹോളിവുഡ് സ്റ്റൈലിൽ പോകുന്നത്. അങ്ങനെ പിടിച്ചിരിക്കുകയാണ് എല്ലാവരും, പറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട്. അത്രയും സ്പീഡിലാണ് വണ്ടി പോകുന്നത്. എന്നിട്ട് ഞങ്ങളവിടെ കുറച്ച് നേരം നിർത്തിയിട്ട് ഞങ്ങളുടെ കുറേ ഫോട്ടോഷൂട്ട്സും കുറച്ച് വീഡിയോസും നമുക്ക് റീൽസ് എടുക്കാനും അതിനൊക്കെ ആ ചേട്ടൻ നിർത്തി തന്നു. ചേട്ടൻ പറയും ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ഇവിടെ നല്ലൊരു ഫോട്ടോ കിട്ടും എന്നൊക്കെ പറഞ്ഞ് ചേട്ടൻ ഹെൽപ്പ് ചെയ്ത് തന്നിട്ടാണ് ഞങ്ങളിങ്ങനെ വീഡിയോസും റീൽസും ഒക്കെ എടുത്തുകൊണ്ടിരുന്നത് അവിടെ. ഇത് കഴിഞ്ഞതിന് ശേഷം നമ്മളെ അഗെയിൻ ഒരു തായ്ലാൻഡ് ബോർഡർ അതാണ് എന്ന് പറഞ്ഞിങ്ങനെ കാണിക്കും. പിന്നെ നമ്മളൊരു ഫിഷ് ഫാമിലോട്ടാണ് കൊണ്ടുവന്നത്. ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഫിഷ് ഫാം. ഇതൊരു ഷാർക്കാണ്, ഒരു മിനി ഷാർക്കാണ്, കുഞ്ഞാണ്. എത്രയോ മാസങ്ങൾ പ്രായമുള്ളൊരു ഷാർക്കാണ് ഈ കാണുന്നത്. അപ്പോൾ അതിനിങ്ങനെ അവരിങ്ങനെ ഫാം പോലെ വെച്ചിട്ടുണ്ട്. നമുക്ക് അവിടെ ചെന്ന് കഴിയുമ്പോഴേക്കും ഡിഫറെൻറ്റ് വെറൈറ്റി ഓഫ് ഫിഷസ്
അവിടെ അവർ നമുക്ക് വേണമെങ്കിൽ ഫുഡൊക്കെ ഉണ്ടാക്കി തരാനും പറ്റും. ആൻഡ് അത് കണ്ട് കഴിയുമ്പോഴേക്കും നമ്മളൊരു 3 hours റൈഡ് അവസാനിക്കുകയാണ്. ഏകദേശം ഒരു സൺസെറ്റൊക്കെ ആകാറായപ്പോഴേക്കും ഭയങ്കര ഒരു സാറ്റിസ്ഫാക്ഷനിൽ അന്നത്തെ ഡേ അവസാനിക്കുകയാണ്. ആ ഒരു ഡേ വളരെ ബ്യൂട്ടിഫുള്ളി നമ്മളൊരു സൺസെറ്റ് പോലെ ഒരു വൈബ് എക്സ്പീരിയൻസ് ചെയ്തിട്ട് ആ ഡേനോട് ഹായ് പറയാണ്. സീ യു, ബൈ.